നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ വാർത്തയുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 7 at 7 ആരംഭിക്കുകയാണ്. ജയ് ശ്രീറാം മന്ത്രങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഭവ്യമന്ദിരത്തിൽ ധ്വജാരോഹണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചേർന്നാണ് ധർമ്മ പതാക ഉയർത്തിയത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ലക്ഷക്കണക്കിന് ശ്രീരാമ ഭക്തരും ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. വൈകാരികമായിരുന്നു അയോധ്യയിലെ ഓരോ മണൽത്തരിയും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയ രാമഭക്തർ പ്രാർത്ഥനയോടെ ജയ് ശ്രീറാം വിളികളുമായി ആ ധന്യനിമിഷത്തിനായി കാത്തിരുന്നു. 10 മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി. പുഷ്പവൃഷ്ടിയോടെയാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ അയോധ്യ നിവാസികൾ വരവേറ്റത്. രാമജന്മഭൂമി ക്ഷേത്ര പരിസരത്ത് സപ്തമന്ദിറിൽ പ്രാർത്ഥന നടത്തിയ ശേഷം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനൊപ്പം പ്രധാന സേവകൻ രാം മന്ദിറിലേക്ക് ആരതിയൊഴിഞ്ഞ് ഭഗവാനെ വണങ്ങിയ ശേഷം ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ രാമമന്ത്രങ്ങൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ കാവിപ്പതാക വാനിലേക്ക്. അഞ്ച് പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന സ്വാഭിമാന പോരാട്ടങ്ങളുടെ അടയാളമായി ആ ധർമ്മപതാക അയോധ്യയുടെ ആകാശത്തിനിയും പാറിക്കളിക്കും. ന്യൂസ് ഡെസ്ക്, ജനം. രാമൻ ഒരു വ്യക്തിയല്ല, പ്രഭാവമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 ഭാരതത്തെ വികസിതമാക്കണമെങ്കിൽ ഓരോ പൗരന്റെ ഉള്ളിലും രാമൻ ഉണരണം. ഇത്തരമൊരു ദൃഢനിശ്ചയമെടുക്കാൻ ഈ സുവർണ ദിനത്തേക്കാൾ മറ്റൊരു മികച്ച ദിനമില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. राम यानी आदर्श, राम यानी मर्यादा, राम यानी जीवन का सर्वोच्च चरित्र, राम यानी सत्य और पराक्रम का संगम. दिव्य गुणे शक्र समो रामः सत्य पराक्रमः. राम यानी धर्म पथ पर चलने वाला व्यक्तित्व. रामः सत्पुरुषो लोके सत्यः सत्यपरायणः. राम यानी जनता के सुख को सर्वोपरि रखना. प्रजा सुखत्वे चंद्रस्य. राम यानी धर्म और क्षमा का दरिया. वसुधाया क्षमा गुणे है. राम यानी ज्ञान और विवेक की पराकाष्ठा. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് എരുമേലിയിൽ കൂടി സ്പോട്ട് ബുക്കിംഗ് നടത്താൻ തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമലയിലെ അന്നദാന മെനുവിലും മാറ്റം വരുത്താൻ തീരുമാനം. പുലാവും സാമ്പാറും എന്നതിനു പകരം കേരളീയ സദ്യ നൽകും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പുതിയ മെനു നിലവിൽ വരും. ശബരിമല മാസ്റ്റർ പ്ലാനിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തും. അടുത്ത സീസൺ സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഡിസംബർ 18 ഉന്നതാധികാര സമിതി യോഗം ചേരും. നമ്മൾ എരുമേലിയിൽ കൂടി ഈ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എരുമേലിൽ ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് അവിടെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ ആശങ്കയില്ല. അരവണ സ്റ്റോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. നേരത്തെ മെസ്സ്, എംപ്ലോയീസ് മെസ്സിനെ പറ്റി വലിയ തർക്കമുണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ. അത് ഇന്നലെ കൊണ്ട് വളരെ ഭംഗിയായിട്ടത് പരിഹരിച്ചു. കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം, പ്രധാനപ്പെട്ടെന്നുള്ളതിനേക്കാളും നല്ലൊരു തീരുമാനം എന്തെന്ന് വെച്ചാൽ ഈ ശബരിമലയിലെ അന്നദാനത്തെ പറ്റിയുള്ളൊരു തീരുമാനമാണ്. നിർഭാഗ്യവശാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെനു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പുലാവും സാമ്പാറും കൊടുക്കുക എന്നൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു മെനു അവിടെ നിലവിലിരുന്നു.
കാരണം ഉത്തരേന്ത്യൻ പിന്നെ പുലാവും ദക്ഷിണേന്ത്യൻ സാമ്പാറുമായിട്ടുള്ളൊരു ദേശീയ ഐക്യം ആ മെനുവിലൂടെ നടപ്പിലായിരുന്നു. അത് വരുന്ന ഭക്തജനങ്ങൾക്ക് തീരെ അത് ഹിതകരമായിരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ഏതായാലും അത് മാറ്റി നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ കാശല്ല. ഭക്തജനങ്ങൾ പിന്നെ തീർത്ഥാടകർക്ക് അന്നദാനം കൊടുക്കാനായിട്ട്, അയ്യപ്പന്മാർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കാശാണ്. ആ കാശ് ഏറ്റവും ഭംഗിയായിട്ടുള്ള അന്നദാനം ഭക്തജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സജ്ജമാവുകയാണ്. ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു. 1543 പേരാണ് രണ്ടാം ബാച്ചിൽ ഉള്ളത്. അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറും 10 ഡിവൈഎസ്പിമാരും 34 സിഐമാരും സംഘത്തിൽ ഉൾപ്പെടുന്നു. സന്നിധാനത്തെ വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ സ്പെഷ്യൽ ഓഫീസർ ML സുനിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഭക്തർക്ക് പരമാവധി സഹായം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും അവരോട് സൗമ്യമായി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അതിനാൽ സദാസമയവും ജാഗ്രത വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൊത്തത്തിൽ 1543 പേരുടെ ഡിപ്ലോയ്മെൻ്റ് ആണ് ഈ DPIs നമ്മൾക്കുള്ളത്. അതിൽ 10 DYSP ഉണ്ട്, അതുപോലെ തന്നെ 34 IP-മാരുണ്ട്. അതുകൂടാതെ SIs, ASIs, അതുപോലെ SCPOs, CPOs, അങ്ങനെ എല്ലാ നമ്മളുടെ കുക്കന്മാർ ഉൾപ്പെടെ, ഓഫീസ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള SS, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. ഇതൊരു ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയല്ല. നമ്മൾ ഈ പിൽഗ്രിംസിന്, അയ്യപ്പന്മാർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നമ്മളുടെ ജോലി. അതുപോലെ തന്നെ അനിയന്ത്രിതമായ തിരക്ക് വരുമ്പോൾ സ്റ്റാമ്പേഡ് ഒഴിവാക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റ് N വാസുവിന്റെയും തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഡിസംബർ 3 വാസുവിന്റെയും നവംബർ 29 ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വിധി പറയും. ഇരുവർക്കും ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ വാദം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസുവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ നിർണായകമായ വിവരങ്ങളാണ് SITക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം റിമാൻഡ് കാലാവധി കോടതി വീണ്ടും നീട്ടിയിരുന്നു. N വാസു വിരമിച്ചതിന് ശേഷമാണ് ബോർഡിന്റെ ഉത്തരവിറങ്ങിയതെന്നും കട്ടിളപ്പാളികൾ കൈമാറിയതെന്നുമാണ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഇരുവർക്കും ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഈ മാസം 29 KS ബൈജുവിന്റെയും ഡിസംബർ 3 N വാസുവിന്റെയും ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിധി പറയുക. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ A പത്മകുമാറിനായുള്ള അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണം ഉന്നതരിലേക്ക് എത്താനാണ് സാധ്യത. N വാസുവിന്റെയും A പത്മകുമാറിന്റെയും അറസ്റ്റോടെ പ്രതിരോധത്തിലായത് CPM ആണ്. മുൻ MLAയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A പത്മകുമാറിലൂടെ പാർട്ടി നേതൃത്വത്തിന് കുരുക്കു വീഴുമോ എന്ന ആശങ്കയുമുണ്ട്. കേസിൽ ഇതുവരെ 6 പ്രതികളാണ് അറസ്റ്റിലായത്. ജനം, കൊല്ലം. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി ഡിസംബർ 8. കേസിൽ നടൻ ദിലീപ് അടക്കം 10 പ്രതികൾ, 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 28 സാക്ഷികൾ കൂറുമാറി. കുറ്റകൃത്യം നടന്ന 8 വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസാണ് വിധി പറയുക. നടൻ ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 3 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 28 പേർ കൂറുമാറി. 1700 രേഖകളും പരിശോധിക്കപ്പെട്ടു. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമായ കേസിൽ മൊത്തം 10 പ്രതികളാണ് ഉള്ളത്. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിക്ക് കൊച്ചി നഗരത്തിലൂടെ ഓടുന്ന കാറിൽ വെച്ച് നടിയെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ്. 2017 ഫെബ്രുവരി 23 കുറ്റകൃത്യത്തിന് നേതൃത്വം വഹിച്ച കൊട്ടേഷൻ സംഘാംഗങ്ങളായ പൾസർ സുനിയെയും വിജീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ മാസം പൾസർ സുനിയെ 1-ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് 2017 ജൂലൈ 10 നടൻ ദിലീപ് അറസ്റ്റിലായി. 81 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടന്നു. ശേഷം 2017 ഒക്ടോബർ 3 ജാമ്യം കിട്ടി പുറത്തിറങ്ങി. 2020 ജനുവരിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു. അതിനിടെ 2022 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ
ദിലീപിനെതിരെ വീണ്ടും തുടരന്വേഷണം. ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടുവെന്നായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി. 2023 നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി തുറന്നുവെന്ന് കണ്ടെത്തി. പലതവണ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച കേസിൽ നടിയും വിചാരണ കോടതി ജഡ്ജിയും മേൽക്കോടതിയെ സമീപിച്ചതുകൊണ്ട് വിചാരണ നീണ്ടുപോയിരുന്നു. കുറ്റകൃത്യം നടന്ന് 8 വർഷം പിന്നിടുമ്പോഴാണ് പ്രമാദമായ കേസിൽ നിർണായക വിധി. ജനം, കൊച്ചി. കാസർഗോഡ് സർക്കാർ പരിപാടി തടഞ്ഞ് വർഗീയ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ച കേസിൽ SDPI ഭീകരരെ പിടികൂടാതെ പോലീസ്. കേസിൽ SDPI ഭീകരർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 50ഓളം പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ നിലവിൽ 3 SDPI പ്രവർത്തകർ മാത്രമാണ് അറസ്റ്റിലായത്. ജുമാ നിസ്കാര സമയത്ത് സർക്കാർ പരിപാടി സംഘടിപ്പിച്ചതിനായിരുന്നു SDPI പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ട് വർഗീയ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന SDPI പ്രവർത്തകരുൾപ്പെടെ 50 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 3 പേർ മാത്രമാണ് കേസിൽ പോലീസിന്റെ പിടിയിലായത്. കേസെടുത്തതിനു പിന്നാലെ SDPI പ്രവർത്തകരിൽ പലരും ഒളിവിൽ പോയി എന്നാണ് പുറത്തുവരുന്ന വിവരം. അക്രമം നടന്നുടനെ പ്രതികളെ പിടികൂടാതിരുന്നതാണ് ഒളിവിൽ പോകാനുള്ള സാവകാശം ലഭിച്ചതെന്നാണ് ആരോപണം. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സർക്കാർ സംഘടിപ്പിച്ച പരിപാടിക്ക് നേരെ പോലും ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കയോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ജനം, കാസർഗോഡ്. ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശിനിയെ അവഹേളിച്ച സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ച ഭാരതം. അരുണാചൽ പ്രദേശ് ഭാരതത്തിന്റെ ഭാഗമല്ലെന്നും ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പരിഹാസം. അരുണാചൽ പ്രദേശ് സ്വദേശിനിയായ പ്രേമ വാങ്ജോങ് തോങ്ഡോക്കിനാണ് ഷാങ്ഹായ് വിമാനത്താവളത്തിൽ അവഹേളനം നേരിടേണ്ടി വന്നത്. അരുണാചൽ പ്രദേശ് ഭാരതത്തിന്റെ ഭാഗമല്ലെന്നും ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെന്നും പറഞ്ഞ് പരിഹസിക്കുകയും അവഹേളിക്കുകയുമായിരുന്നു. ചൈന ഈസ്റ്റേൺ എയർലൈൻസ് ജീവനക്കാരാണ് അവഹേളിച്ചത്. യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവാണെന്ന് ഷാങ്ഹായ് പുട്ടോങ് വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ അധികൃതർ വിധിയെഴുതുകയായിരുന്നു. ജപ്പാനിലേക്കുള്ള യാത്രയ്ക്കാണ് പ്രേമ വാങ്ജോങ് വിമാനത്താവളത്തിലെത്തിയത്. ഷാങ്ഹായ് ഇന്ത്യൻ കോൺസുലേറ്റ് വിഷയം ചൈനീസ് അധികൃതർക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രേമ വാങ്ജോങ്ങിനെ ബന്ധപ്പെട്ട ആവശ്യമായ പിന്തുണയും ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക്, ജനം. വോട്ടുപിടുത്തത്തിനിടയിലും പാമ്പ് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോതമംഗലത്ത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 3-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജുവൽ ജൂഡി. നാട്ടുകാരെ പാമ്പുകടിയിൽ നിന്ന് രക്ഷിക്കുകയാണ് ജുവലിന്റെ പ്രധാന പണി. നാട്ടുകാരുടെ ഏത് ആവശ്യങ്ങൾക്കും വിളിപ്പുറത്തുള്ള ജുവലിനെ സ്ഥാനാർത്ഥിയാക്കിയതും നാട്ടുകാരാണ്. കൊടും വിഷമുള്ള രാജവെമ്പാലയോ മൂർഖനോ വിഷമില്ലാത്തതോ എന്തുമായിക്കോട്ടെ, പാമ്പിനെ കണ്ടാൽ ഉടൻ ജുവലിന് നാട്ടുകാരുടെ വിളിയെത്തും. ജുവലിന്റെ നാടായ കോട്ടപ്പടി ഒരു വനാതിർത്തി മേഖലയാണ്. പാമ്പുകൾ മാത്രമല്ല, കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളും പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നതും പതിവാണ്. ഏത് രാത്രിയിലും നാട്ടുകാരുടെ വിളി വന്നാൽ ഉടൻ ജുവൽ സ്ഥലത്തെത്തും. നാട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ജുവൽ സ്ഥാനാർത്ഥിയായത്. നിലവിൽ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൂടിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും ഇലക്ഷൻ വർക്കിൻ്റെ ഇടയ്ക്കെന്നാണ് ഈ പാമ്പുകളി കേട്ടിട്ട് നമ്മൾ ഓടി വന്നത്. നാട്ടിൽ നമുക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ട് തരുന്നത് കൊണ്ടും ജനങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടുമാണ് ഞാനവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. കാരണം നമ്മൾ ഏത് പാതിരാത്രിക്കും ഏത് രാത്രിക്കും അല്ലെങ്കിൽ എന്താവശ്യത്തിന് വിളിച്ചാലും ആനയായിട്ടായിക്കോട്ടെ, പാമ്പായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആശുപത്രി കേസായിക്കോട്ടെ, എന്ത് കാലത്തും നമ്മളവിടെ ഓടി വരുന്നൊരു മെഷീനായതുകൊണ്ട് ജനങ്ങളുടെ ഒരു ശരിക്കും അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യമുയർത്തി നിരവധി സമരങ്ങളും ജുവലിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. പാമ്പ് പിടിക്കാൻ സഞ്ചിയും സ്റ്റിക്കുമായാണ് സ്ഥാനാർത്ഥിയുടെ വോട്ടുപിടുത്തം. വോട്ടുപിടുത്തത്തിനിടയിലും പാമ്പിനെ കണ്ടാൽ ജുവൽ വിടില്ല. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തായാലും പാമ്പോ കാട്ടാനയോ വന്നാൽ ജുവൽ ഓടിയെത്തും. ലക്ഷ്യങ്ങളുടെ പ്രചാരണവും വലിയ വാഗ്ദാനങ്ങളും ഒന്നുമില്ലെങ്കിലും നാട്ടുകാരുടെ ജീവൻ രക്ഷിച്ച അനുഭവങ്ങളും ആത്മവിശ്വാസവുമായാണ്
ജനാധിപത്യ പോരാട്ടത്തിന് ജൂവൽ ജൂഡി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ജനം, കൊച്ചി. ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.